മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തിയറിയാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിൽ തിയറിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് തിയറി തന്നെയാണ് എടുക്കാനുള്ളത്. കുറച്ചുകൂടി തിയറി പാർട്ട് പറയാനുണ്ട്. അതിനുശേഷം നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ തിയറിയിൽ ഇനി നെക്സ്റ്റ് പറയാനുള്ള, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് എറർ എന്നുള്ളൊരു ടോപ്പിക്ക് വരെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ അല്ലേ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇതിൽ നമുക്ക് പറയാനുള്ള ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്നുള്ളൊരു ടോപ്പിക്കാണ് ഇതിൽ പറയാനുള്ളത്. ശ്രദ്ധിക്കുക കേട്ടോ. വാട്ട് ഈസ് മെൻ ബൈ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. Confidence with which a null hypothesis is accepted or rejected depends upon the significant level. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ നൾ ഹൈപ്പോത്തിസിസും അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും ആണ് നമ്മൾ ഇതിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. എവിടെയാണോ നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യുന്നത് വെച്ചെങ്കിൽ അവിടെയാണ് അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് വരുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഇനി എന്താണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ പറയാനുള്ളത്, നൾ ഹൈപ്പോത്തിസിസ് ഈസ് ആക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ് എന്തിനെ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഈസ് കോൾഡ്, എന്തിനെയാണോ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചെങ്കിൽ അതിനെയാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ലെവൽ എന്ന് പറയുന്നത്. ദി പ്രോബബിലിറ്റി വിത്ത് വിച്ച് വി റിജക്റ്റ് നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ ഇറ്റ് ഈസ് കോൾഡ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഇപ്പം എന്താ പറയുന്നത് വെച്ചെങ്കിൽ ദി പ്രോബബിലിറ്റി വിത്ത് വിച്ച് മേ റിജക്റ്റ് ദി നൾ ഹൈപ്പോത്തിസിസ്, നമ്മൾ എന്ത് ചെയ്യുന്നു, നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യുന്നു അല്ലേ. ദി പ്രോബബിലിറ്റി വിത്ത് വിച്ച് വി മേ റിജക്റ്റ് നൾ ഹൈപ്പോത്തിസിസ്, നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു അല്ലേ നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ ഇറ്റ് ഈസ് കോൾഡ്, അതിനെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നു. അപ്പോൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഈസ് ഡിനോട്ടഡ് ബൈ, നമ്മൾ അതിൻ്റെ ചിഹ്നം ആൽഫ എന്നുള്ളൊരു ചിഹ്നമാണ് നൾ ഹൈപ്പോത്തിസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ദെൻ നൾ ഹൈപ്പോത്തിസിസ് ഈസ് ഈക്വൽ ടു നമ്മൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഫോർ റിജക്റ്റിംഗ് HO വെൻ ഇറ്റ് ഈസ് ട്രൂ എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറേഴ്സ് എന്നുള്ള ഭാഗമാണ് നെക്സ്റ്റ് പറയാനുള്ളത് കേട്ടോ. ടൈപ്പ് 1 എററും ഉണ്ട്, ടൈപ്പ് 2 എറർ, അങ്ങനെ രണ്ടെണ്ണമാണ് പറയാനുള്ളത്. അപ്പോൾ ഇൻ എനി ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് ദ ഡിസിഷൻ ഈസ് ടു ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് നൾ ഹൈപ്പോത്തിസിസ് അല്ലേ. അപ്പോൾ ഇൻ എനി ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിന് നമ്മൾ എന്ത് ഡിസിഷനാണ് തീരുമാനിക്കുന്നത്, ടു ആക്സെപ്റ്റ്, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക അല്ലേ. ഒന്നെങ്കിൽ നൾ ഹൈപ്പോത്തിസിസ് ആക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുന്നു അല്ലേ. The decision is based on the information supplied by the sample data. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, ആക്സെപ്റ്റിംഗ് നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ, റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ഫോൾസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 4 എണ്ണമാണ് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആക്സെപ്റ്റിംഗ് നൾ ഹൈപ്പോത്തിസിസ്, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു വെൻ ഇറ്റ് ഈസ് ട്രൂ. പിന്നെ റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ഫോൾസ്. റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ, ആക്സെപ്റ്റിംഗ് നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ഫോൾസ്. ഒബ്വിയസ്ലി 1 and 2 ആർ കറക്റ്റ്, 3 and 4 ആർ എറേഴ്സ്. 1 and 2 എന്ന് പറയുന്നത് കറക്റ്റാണ്, 3 and 4 ആർ എറേഴ്സ്. ദ ലാസ്റ്റ് 2 കേസസ് ആർ റെസ്പെക്റ്റീവ്ലി നോൺ ആസ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറേഴ്സ്. അപ്പോൾ ലാസ്റ്റ് 2 കേസസിനെയാണ് നമ്മൾ ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്നുള്ളതിൽ നമ്മൾ പറഞ്ഞത് എന്താണ്, വാട്ട് ഈസ് മെൻ ബൈ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ നമ്മൾ പറഞ്ഞത് എന്താണ്, ദി പ്രോബബിലിറ്റി വിത്ത് വിച്ച് മേ റിജക്റ്റ് നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. അപ്പോൾ നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യുന്നു വെൻ ഇറ്റ് ഈസ് ട്രൂ, അതിനെയാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ആൽഫ എന്നുള്ള ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഇവൻ പ്രോബബിലിറ്റി ഫോർ റിജക്റ്റിംഗ് HO വെൻ ഇറ്റ് ഈസ് ട്രൂ, ഇത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് പറയാനുള്ള ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറേഴ്സ് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ എന്നുള്ളതിൽ പറയുന്നത് ഫസ്റ്റ് വൺ, ആക്സെപ്റ്റിംഗ് നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ, പിന്നെ റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ഫോൾസ്, പിന്നെ റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ, ആക്സെപ്റ്റിംഗ് നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ഫോൾസ്. അപ്പോൾ 1 and 2 ആർ കറക്റ്റ് ആൻഡ് 3 and 4 ആർ റോങ്. അപ്പോൾ 3 and 4നെയാണ് നമ്മൾ ടൈപ്പ് 1, ടൈപ്പ് 2 എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 3 and 4നെ പറയുന്ന പേരാണ് ടൈപ്പ് 1 എറർ അല്ലെങ്കിൽ ടൈപ്പ് 2 എറർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. 3 and 4നെയാണ് നമ്മൾ പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാം, ഇൻ ദി ആബ്സെൻസ് ഓഫ് ദി പ്രോപ്പർ ആൻഡ് ആഡ്വക്കേറ്റ് സാമ്പിൾ ഇൻഫോർമേഷൻ ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് എറേഴ്സ് മേ ഒക്വർ.
Type 1 error is committed by rejecting null hypothesis even when that hypothesis is true, and similarly type 2 error is committed accepting null hypothesis when it is false. അപ്പോൾ 3 ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. അപ്പോൾ അതിനെയാണ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത് അല്ലേ. എന്താ ടൈപ്പ് 1 എറർ പറഞ്ഞാൽ? റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. പിന്നെ ടൈപ്പ് 2 എറർ എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റിംഗ് നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ഫോൾസ്. അപ്പം ടൈപ്പ് 1 എറർ ഈസ് ഡിനോട്ടഡ് ബൈ റിജക്റ്റിംഗ് H1 റിജക്റ്റിംഗ് H0 വെൻ H0 ഈസ് ട്രൂ. ടൈപ്പ് 2 എറർ ആകുമ്പോൾ ആക്സെപ്റ്റിംഗ് H0 വെൻ H0 ഈസ് ഫോൾസ്. അപ്പോൾ അറിയാം നമുക്ക് നൾ ഹൈപ്പോത്തിസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് H0 എന്നുള്ളതാണ് അല്ലേ. H0 ആണ്. അൾട്ടർനേറ്റീവ് ആകുമ്പോഴാണ് എന്താണ് H1 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യത്തെ 2 എണ്ണം കറക്റ്റുമാണ്, 3ഉം 4ഉം റോങ്ങും ആണ് എന്ന് പറഞ്ഞു. അപ്പം 3ാമത്തതിനെ ടൈപ്പ് 1 എറർ എന്നും 4ാമത്തതിനെ ടൈപ്പ് 2 എറർ എന്നും പറയുന്നു. ആ ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. 4 എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റിംഗ് നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ഫോൾസ്. നെക്സ്റ്റ് ടോപ്പിക് പറയുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷൻ നമുക്ക് എത്രത്തോളമാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ടോട്ടലിൽ നിന്ന് സബ്സ്ട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷൻ. എത്ര എണ്ണമാണ് ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷൻ വരുന്നത് അല്ലേ. which is obtained by subtracting the number of constraint from the total number of observation അല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷനിൽ നിന്ന് അത് മൈനസ് ചെയ്താൽ നമുക്കത് കിട്ടുന്നു. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഈസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷൻ. എത്രത്തോളമാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ അതിൽ എത്രത്തോളമാണ് ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷൻ വരുന്നത് എന്ന് നോക്കുന്നു. വിച്ച് ഈസ് ഒബ്റ്റെയിൻഡ്, അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ബൈ സബ്സ്ട്രാക്റ്റിംഗ് ദ നമ്പർ ഓഫ് കൺസ്ട്രെയിൻറ്റ് ഫ്രം ദി ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷനിൽ നിന്ന് സബ്സ്ട്രാക്റ്റ് ചെയ്താലാണ് നമുക്കത് ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷൻ എത്രത്തോളം കിട്ടുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷൻ വിച്ച് ഈസ് ഒബ്റ്റെയിൻഡ്, എങ്ങനെയാണ് കിട്ടുന്നത്? ബൈ സബ്സ്ട്രാക്റ്റിംഗ് ദി നമ്പർ ഓഫ് കൺസ്ട്രെയിൻറ്റ് ഫ്രം ദി ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അത് കാണാനുള്ള സമവാക്യമാണ് n-1 എന്നുള്ളതാണ് നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാനുള്ള ഇക്വേഷനായിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് പറയാനുള്ളത് കേട്ടോ. ഇൻ എ ടെസ്റ്റ് പ്രൊസീജിയർ വി കാൽക്കുലേറ്റ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ വിച്ച് വി ബേസ് അവർ ഡിസിഷൻ. The range of variation of this test statistics is divided into 2 regions, acceptance region or rejection region. If we computed value of test statistics falls in the rejection region, we reject null hypothesis. അതല്ല, rejection region is known as critical region എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ റീജിയനിൽ 2 തരത്തിലാണ് പറയുന്നത്. ഒന്ന് ആക്സെപ്റ്റൻറ്റ് റീജിയനും ഉണ്ട്, റിജക്റ്റഡ് റീജിയനും ഉണ്ട് അല്ലേ. അപ്പോൾ ഇനി ടെസ്റ്റ് പ്രൊസീജിയർ വി കാൽക്കുലേറ്റ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ വിച്ച് വി ബേസ് അവർ ഡിസിഷൻ. അതിനനുസരിച്ചിട്ടാണ് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള തീരുമാനം ഉണ്ടാവുന്നത് അല്ലേ. ദ റേഞ്ച് ഓഫ് വേരിയേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2, രണ്ടായിട്ട് ആക്സെപ്റ്റൻസ് റീജിയൻ ഓർ റിജക്ഷൻ റീജിയൻ, അങ്ങനെ രണ്ടായിട്ടാണ് നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്നത്. If the computed value of the test statistics falls in the rejection regionിലേക്ക് വരികയാണെങ്കിൽ അതിനെ റിജക്റ്റ് നൾ ഹൈപ്പോത്തിസിസ്. ആ റിജക്ഷൻ റീജിയനെ നമ്മൾ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നു. ഇനി അടുത്തത് സൈസ് ഓഫ് ക്രിട്ടിക്കൽ റീജിയൻ. ഇനി എങ്ങനെയാണ് സൈസ് പറഞ്ഞാൽ വലിപ്പം അല്ലേ, എങ്ങനെയാണ് ക്രിട്ടിക്കൽ റീജിയൻ്റെ സൈസ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക? പ്രോബിലിറ്റി ഫോർ എ സെലക്റ്റഡ് സാമ്പിൾ ടു ബിലോങ് ദ ക്രിട്ടിക്കൽ റീജിയൻ. പ്രോബിലിറ്റി എങ്ങനെയാണ് വരുന്നത് വെച്ചെങ്കിൽ അതിനെയാണ് സൈസ് ഓഫ് ദി ക്രിട്ടിക്കൽ റീജിയൻ എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സൈസ് ഓഫ് ക്രിട്ടിക്കൽ റീജിയൻ ഈസ് ഓൾസോ നോൺ ആസ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്നും അതിനെ പറയാം. ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ള 2 ടൈൽഡ് ആൻഡ് 1 ടൈൽ ടെസ്റ്റ് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാനുള്ളൊരു ടോപ്പിക്കാണ്. 2 ടൈൽ ടെസ്റ്റ് പിന്നെ 1 ടൈൽ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് പറയാനുള്ളത്. നോക്കുക, A 2 tile test is 1
in which we reject the null hypothesis if the computed value of the test statistics is significantly greater than or lower than the critical value of the test statistics. Thus in two-tailed test, the critical region is represented by both tails. If we are testing hypothesis at 5% level of significance, നമുക്കറിയാം നമ്മൾ നോക്കുന്നത് 5% level of significance ആണ് നോക്കുന്നത് അല്ലേ. അപ്പോൾ ദി സൈസ് ഓഫ് ദി ആക്സെപ്റ്റൻസ് റീജിയൻ എങ്ങനെയാണ് സൈസ്, അതിൻ്റെ സൈസിനനുസരിച്ചിട്ടാണ് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ രണ്ട് തരത്തിലാണ് ടെസ്റ്റുള്ളത്. ടു ടൈൽ ടെസ്റ്റും ഉണ്ട്, വൺ ടൈൽ ടെസ്റ്റുമാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ടു ടൈൽ ടെസ്റ്റ് ഈസ് വൺ ഇൻ വിച്ച് വി റിജക്ട് ദി നൾ ഹൈപ്പോത്തിസിസ് ഇഫ് ദ കമ്പ്യൂട്ടഡ് വാല്യൂ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഗ്രേറ്റർ ദാൻ ഓർ ലോവർ ദാൻ ദി ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് ദി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടും. ഒന്ന് കമ്പ്യൂട്ടഡ് വാല്യൂ ഉണ്ടായിരിക്കും, പിന്നെ ഒന്ന് ടേബിൾ വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഏതാണോ ഗ്രേറ്റർ ദാൻ ഏതാണോ ലെസ് ദാൻ വരുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള തീരുമാനത്തിൽ എത്തുന്നത്. അതാണ് അവർ പറയുന്നത്. എ ടു ടൈൽ ടെസ്റ്റ് ഈസ് വൺ ഇൻ വിച്ച് വി റിജക്ട് ദി നൾ ഹൈപ്പോത്തിസിസ് ഇഫ് ദ കമ്പ്യൂട്ടഡ് വാല്യൂ നോക്കൂ. നമ്മൾ കമ്പ്യൂട്ടഡ് വാല്യൂ ഉണ്ടായിരിക്കും. നമ്മൾക്ക് രണ്ട് തരത്തിലുള്ള വാല്യൂസാണ് കിട്ടുക. കമ്പ്യൂട്ടഡ് വാല്യൂ ഉണ്ടാവും, ടേബിൾ വാല്യൂ ഉണ്ടാവും. അപ്പോൾ കമ്പ്യൂട്ടഡ് വാല്യൂവും ടേബിൾ വാല്യൂവും നോക്കിയിട്ടാണ് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുന്നത്. അപ്പോൾ if a two-tailed test in one which we reject the null hypothesis if the computed value of the test statistics is significantly greater than or lower than the critical value of the test statistics. That thus two-tailed test is a critical region is represented by both tails. ഇനി one-tailed test നോക്കാം. In one-tailed test, rejection of the region will be located is only one tail which may be either left or right depending on the alternative hypothesis. അപ്പോൾ one-tailed test ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, എവിടെയാണോ നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ അവിടെയാണ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് വരുന്നത് അല്ലേ. അപ്പം വൺ ടൈൽ ടെസ്റ്റാണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ വൺ ടൈൽ ടെസ്റ്റിൽ നമ്മൾ റിജക്ഷൻ റീജിയൻ വിൽ ബി ലൊക്കേറ്റഡ്. എങ്ങനെയാണ് റിജക്ഷൻ റീജിയൻ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക? ഈസ് ഇൻ ഓൺലി വൺ ടൈൽ വിച്ച് മേ ബി ഐദർ ലെഫ്റ്റ് ഓർ റൈറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദി ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസിനെ ബേസ് ചെയ്തിട്ടാണ് അത് തീരുമാനിക്കുന്നത്. Thus, in one-tail test, critical region is represented by only one tail എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. എന്നിട്ട് നമ്മൾ ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ 1% നമ്മൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് രണ്ടെണ്ണം പറഞ്ഞാൽ 1% ആൻഡ് 5% അത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ച് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നോക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ഉണ്ട് അല്ലേ. ആ ടേബിൾ ഉപയോഗിച്ചിട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അപ്പം നമുക്കൊരു ടേബിൾ വാല്യൂ കിട്ടി. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റഡ് വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ കാൽക്കുലേറ്റഡ് വാല്യൂ ആണോ ടേബിൾ വാല്യൂ ആണോ കൂടുതൽ കുറവ് നോക്കിയിട്ടാണ് അത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുന്നത്. അതാണ് the value of the test statistics which separate the rejection region from the acceptance region is called critical value. It depends on the level of significance and the alternative hypothesis. ഇനി അടുത്തത് നെക്സ്റ്റ് പറയാനുള്ളത് നമുക്ക് ഇതിൽ അടുത്ത ഇതായിട്ട് പറയാനുള്ളത് ലാർജ് ടെസ്റ്റ് ആൻഡ് സ്മോൾ സാമ്പിൾ ടെസ്റ്റ് എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് നമുക്ക് എടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ലാർജ് സാമ്പിളാണോ സ്മോൾ സാമ്പിളാണോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30 തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30 ആണ് നമ്പർ അല്ലേ. 30ലും കുറവുള്ളതാണെങ്കിൽ സ്മോൾ സാമ്പിൾ ടെസ്റ്റും അതേമാതിരി 30യേക്കാൾ കൂടുതലാണ് വരുന്നത് വെച്ചെങ്കിൽ അതിന് നമ്മൾ ലാർജ് സാമ്പിൾ ടെസ്റ്റുമാണ് ഉപയോഗിക്കുന്നത്. സ്മോൾ സാമ്പിൾ ടെസ്റ്റ് വരുമ്പോൾ നമ്മൾ ടി ടെസ്റ്റും നേരെ മറിച്ച് ലാർജ് സാമ്പിൾ ടെസ്റ്റ് വരുമ്പോൾ നമ്മൾ സെറ്റ് ടെസ്റ്റുമാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത്രയാണ് നമുക്കതിൽ പറയാനുള്ളത്. ശ്രദ്ധിക്കുക കേട്ടോ. ലാർജ് സാമ്പിൾ ആൻഡ് സ്മോൾ സാമ്പിൾ ടെസ്റ്റ്. It is difficult to draw a clear-cut line of demarcation between large sample and small sample. It is generally agreed among statisticians that a sample is to be considered large if its size exceeds 30. അപ്പോൾ 30 നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതാണ് കേട്ടോ. ഇത് നോക്കിയിട്ട് വേണം നമുക്ക് ഏത് ടെസ്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലേ. ഓരോ ടെസ്റ്റിൻ്റെയും ഇക്വേഷനിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിവിടെ ഏത് ടെസ്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈസ് നോക്കിയിട്ടാണ് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി സാധിക്കുക. 30ലും കൂടുതലാണെങ്കിൽ നമ്മളവിടെ ലാർജ് സാമ്പിളും 30ലും കുറവാണെങ്കിൽ അതിൽ സ്മോൾ സാമ്പിളുമാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ.
The statistical test used for the large sample are different from those used for small sample അല്ലേ. അപ്പോൾ വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഫോർ എ സ്മോൾ സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് മേ ബി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ടി ഡിസ്ട്രിബ്യൂഷൻ, കൈ സ്ക്വയർ, എഫ് ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈഡ് മേ ബി സെറ്റ് ടെസ്റ്റ്, ടി ടെസ്റ്റ് അങ്ങനത്തെ ടെസ്റ്റുകളാണ് നമ്മളിതിൽ അപ്ലൈ ചെയ്യുന്നത്. ഇതൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ടി ടെസ്റ്റാണ് സ്മോൾ സാമ്പിൾ വരുമ്പോൾ ടി ടെസ്റ്റും ലാർജ് സാമ്പിൾ വരുമ്പോൾ സെറ്റ് ടെസ്റ്റും അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അത്രയും വേണ്ടു. ലാർജ് സാമ്പിൾ ആൻഡ് സ്മോൾ സാമ്പിൾ ടെസ്റ്റ് എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 നമ്മുടെ ആ എണ്ണം എന്ന് പറയുന്നത് നമ്പർ എന്ന് പറയുന്നത് 30 എബോവ് ആണെങ്കിൽ നമ്മൾ ലാർജ് സാമ്പിളും 30 ബിലോ ആണെങ്കിൽ സ്മോൾ സാമ്പിളും അപ്ലൈ ചെയ്യുക. ലാർജ് സാമ്പിൾ വരുമ്പോൾ നമ്മൾ സെറ്റ് ടെസ്റ്റ് അപ്ലൈ ചെയ്യുക. സ്മോൾ സാമ്പിൾ വരുമ്പോൾ നമ്മൾ ടി ടെസ്റ്റ് അപ്ലൈ ചെയ്യുക. ഇത്രയാണ് അതിൽ മനസ്സിലാക്കാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്ക് സെറ്റ് ടെസ്റ്റ്, ടി ടെസ്റ്റ്. അതുകൂടി കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. സെറ്റ് ടെസ്റ്റ്, വാട്ട് ഈസ് മെൻ ബൈ സെറ്റ് ടെസ്റ്റ്? സെറ്റ് ടെസ്റ്റ് ഈസ് അപ്ലൈഡ് വെൻ ദി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോളോ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലാണ്. നമുക്കറിയാം സെറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ. അതല്ലേ സെറ്റ് ടെസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ സെറ്റ് ടെസ്റ്റ് ഈസ് അപ്ലൈഡ് വെൻ ദി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോളോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷനിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. ഇനി അതിൻ്റെ യൂസസ് ഓഫ് സെറ്റ് ടെസ്റ്റ് എന്നുള്ളതാണ് പറയുന്നത്. ടു ടെസ്റ്റ് ദ ഗിവൺ പോപ്പുലേഷൻ മീൻ. ആദ്യം നമുക്ക് ടു ടെസ്റ്റ് ദ ഗിവൺ പോപ്പുലേഷൻ മീൻ വെൻ ദി സാമ്പിൾ ഈസ് ലാർജ്, വെൻ ദി പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോൺ. അപ്പോൾ എന്താ പറയുന്നത്? ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ടു ടെസ്റ്റ് ദി ഗിവൺ പോപ്പുലേഷൻ മീൻ വെൻ ദി സാമ്പിൾ ഈസ് ലാർജ് ഓർ വെൻ ദി പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോൺ. പിന്നെ ടു ടെസ്റ്റ് ദി ഈക്വാലിറ്റി ഓഫ് ദി ടു സാമ്പിൾ, എത്രത്തോളം ഈക്വാലിറ്റിയാണ്. അപ്പോൾ ആദ്യം നമ്മളിത് ചെയ്യുന്നത് ടു ടെസ്റ്റ് ദ ഗിവൺ പോപ്പുലേഷൻ മീൻ. രണ്ടാമതായിട്ട് ടു ടെസ്റ്റ് ദി ഈക്വാലിറ്റി ഓഫ് ടു സാമ്പിൾ മീൻ, ടു ടെസ്റ്റ് ദി പോപ്പുലേഷൻ പ്രപ്പോർഷൻ, ടു ടെസ്റ്റ് ദി ഈക്വാലിറ്റി ഓഫ് ടു സാമ്പിൾ പ്രപ്പോർഷൻ, ടു ടെസ്റ്റ് ദി പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെൻ ദി സാമ്പിൾ ഈസ് ലാർജ്, ടു ടെസ്റ്റ് ദി ഈക്വാലിറ്റി ഓഫ് ടു സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ടു ടെസ്റ്റ് ദി ഈക്വാലിറ്റി ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻ. ഇതിനൊക്കെ വേണ്ടി നമ്മൾ സെറ്റ് ടെസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. കുറേ ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു 6-7 മെത്തേഡ് ഉണ്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ വർഷം 2 മെത്തേഡാണ് പറയുന്നുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതൊക്കെയാണ് അതിൻ്റെ യൂസസ്. ഈ സമയത്തൊക്കെ നമുക്ക് സെറ്റ് ടെസ്റ്റ് ഉപയോഗിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ സമയത്താണ് പ്രധാനമായും നമ്മൾ സെറ്റ് ടെസ്റ്റ് ഉപയോഗിക്കാവുന്നത്? യൂസസ് ഓഫ് സെറ്റ് ടെസ്റ്റ് എന്നുള്ളതിൽ ഏതൊക്കെ സമയത്ത് നമ്മൾ സെറ്റ് ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നു? ടു ടെസ്റ്റ് ദ ഗിവൺ പോപ്പുലേഷൻ മീൻ, ഫസ്റ്റ് പോയിൻറ്റ്. പിന്നെ ടു ടെസ്റ്റ് ദ ഇക്വാലിറ്റി ഓഫ് ടു സാമ്പിൾ മീൻ, എത്രത്തോളം ഇക്വാലിറ്റി ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ. ടു ടെസ്റ്റ് ദി പോപ്പുലേഷൻ പ്രപ്പോർഷൻ. പിന്നെ ടു ടെസ്റ്റ് ദി ഇക്വാലിറ്റി ഓഫ് ടു സാമ്പിൾ പ്രപ്പോർഷൻ. ടു ടെസ്റ്റ് ദി പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെൻ ദി സാമ്പിൾ ഈസ് ലാർജ്. പിന്നെ ടു ടെസ്റ്റ് ദി ഇക്വാലിറ്റി ഓഫ് ടു സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ടു ടെസ്റ്റ് ദി ഇക്വാലിറ്റി ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻ. ഈ സമയത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇനി അസംഷൻസ് ഓഫ് സെറ്റ് ടെസ്റ്റ്. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് നോർമൽ. സാമ്പിളിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ക്ലോസ് ടു ദി പോപ്പുലേഷൻ പാരാമീറ്റർ. ഈ 2 അസംഷൻസാണ് നമുക്ക് പറയാനുള്ളത്. ഏതൊക്കെ അസംഷൻസ് പറയാനുള്ളത്? അസംഷൻസ് എന്ന് പറഞ്ഞാൽ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നോർമലായിരിക്കും. പിന്നെ രണ്ടാമത് സാമ്പിളിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ക്ലോസ് ടു ദി പോപ്പുലേഷൻ പാരാമീറ്റർ. ഇതൊക്കെയാണ് സെറ്റ് ടെസ്റ്റിൽ പറയാനുള്ളത്. ഇനി ടി ടെസ്റ്റ്. ടി ടെസ്റ്റ് പറഞ്ഞാൽ സ്മോൾ സാമ്പിൾ വരുമ്പോഴാണ് നമ്മൾ ടി ടെസ്റ്റ് അപ്ലൈ ചെയ്യുക കേട്ടോ. ടു ടെസ്റ്റ് ദ ഗിവൺ പോപ്പുലേഷൻ മീൻ. പിന്നെ ടു ടെസ്റ്റ് ദി ഇക്വാലിറ്റി എത്രത്തോളം. ആദ്യം ഗിവൺ പോപ്പുലേഷൻ മീൻ, ഇക്വാലിറ്റി, ഇതൊക്കെ അതിന് തന്നെ ഉപയോഗിക്കുന്നു. പക്ഷേ സാമ്പിൾ കുറവാകുമ്പോഴാണ് ടി ടെസ്റ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു പ്രത്യേകതയാണുള്ളത്. ടു ടെസ്റ്റ് ദ ഗിവൺ പോപ്പുലേഷൻ മീൻ, ടു ടെസ്റ്റ് ദി ഇക്വാലിറ്റി ഓഫ് ടു സാമ്പിൾ മീൻ, ടു ടെസ്റ്റ് ദ ഡിഫറൻസ് ഇൻ ടു വാല്യൂ ഓഫ് ടു ഇൻഡിപെൻഡൻറ്റ് വാല്യൂ, ടു ടെസ്റ്റ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. ഇനി അസംഷൻസ്. അതിൽ അസംഷൻസ് പറയാനുള്ളത് പാരൻറ്റ് പോപ്പുലേഷൻ വിച്ച് സാമ്പിൾ ഡ്രോൺ ഈസ് നോർമൽ. സാമ്പിൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആവുക. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് അൺനോൺ. വെൻ ദി ഇക്വാലിറ്റി ഓഫ് ടു സാമ്പിൾ പോപ്പുലേഷൻ മീൻ ഈസ് ടെസ്റ്റഡ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അസംഷൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ സെറ്റ് ടെസ്റ്റും ഉണ്ട്, ടി ടെസ്റ്റ്. ഇത് നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. നമ്മൾ സെറ്റ് ടെസ്റ്റും ടി ടെസ്റ്റുമാണ് ഇതിന് പ്രധാനമായിട്ടും അപ്ലൈ ചെയ്യുന്നത്. സാമ്പിൾ ലാർജ് ആണെങ്കിൽ സെറ്റ് ടെസ്റ്റും, സാമ്പിൾ സ്മോൾ ആണെങ്കിൽ ടി ടെസ്റ്റുമാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത്രയാണ് ഇതിൽ നമുക്ക് തിയറി പാർട്ടായിട്ട് പറയാനുള്ളത്.
അപ്പോൾ ഇന്നത്തെ തിയറി പാർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എവിടുന്നാണ് നമ്മൾ പറഞ്ഞത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, വാട്ട് ഈസ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ പറഞ്ഞത് എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ദി പ്രോബബിലിറ്റി വിത്ത് വിച്ച് വി മേ റിജക്റ്റ് എ നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ അല്ലേ, ദാറ്റ് ഈസ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. പിന്നെ 4 കേസാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ആദ്യത്തെ 1ഉം 2ഉം ട്രൂ ആണ്, 3ഉം 4ഉം റോങ് ആണ് അല്ലേ. അപ്പോൾ 3നെയും 4നെയുമാണ്, മൂന്നാമത്തേനെ ടൈപ്പ് 1 എറർ എന്നും 4നെ ടൈപ്പ് 2 എറർ എന്നും പറയുന്നു. ഇനി ഡിഗ്രി ഓഫ് ഫ്രീഡം പറഞ്ഞാൽ ടോട്ടൽ ഒബ്സർവേഷനിൽ നിന്ന് നമ്മൾ സബ്സ്ട്രാക്റ്റ് ചെയ്തിട്ട് ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷൻ കണ്ടുപിടിക്കുന്നതിനെയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. അത് കാണാനുള്ള ഇക്വേഷൻ n-1 എന്നുള്ളതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാനുള്ള ഇക്വേഷനായിട്ട് നമ്മൾ പറഞ്ഞത്. പിന്നെ ക്രിട്ടിക്കൽ റീജിയൻ, നമ്മൾ റിജക്റ്റഡ് റീജിയനെയാണ് ക്രിട്ടിക്കൽ റീജിയൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇനി 2 തരത്തിലാണ് ടെസ്റ്റ് ഉള്ളത്, 2 ടൈൽഡ് ടെസ്റ്റും ഉണ്ട്, 1 ടൈൽഡ് ടെസ്റ്റുമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ അതിൽ 2 ടൈൽഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നൾ ഹൈപ്പോത്തിസിസ് ആണ് വരുന്നത്. നമ്മൾ കാൽക്കുലേറ്റഡ് വാല്യൂവും ടേബിൾ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യുകയും അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യം തീരുമാനിക്കുകയും ചെയ്യുന്നു. ഈ 1 ടൈൽ ടെസ്റ്റിൽ നമ്മൾ റിജക്ഷൻ റീജിയനാണ് 1 ടൈൽ ടെസ്റ്റിൽ വരുന്നത് അല്ലേ. അപ്പോൾ റിജക്ഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആണ് അതിൽ വരുന്നത്. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ ലാർജോ സ്മോൾ സാമ്പിൾ ടെസ്റ്റാണ് പറഞ്ഞത് അല്ലേ. ലാർജ് സാമ്പിൾ 30 ഒബ്സർവേഷൻ അല്ലേ, 30ലും കൂടുതൽ ഒബ്സർവേഷൻ വരികയാണെങ്കിൽ നമ്മൾ സെറ്റ് ടെസ്റ്റും, അതല്ല 30യേക്കാൾ കുറവായിട്ടാണ് ഒബ്സർവേഷൻ വരുന്നതെങ്കിൽ നമ്മൾ ടി ടെസ്റ്റുമാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ സെറ്റ് ടെസ്റ്റ് എന്താണ്, അതിൻ്റെ യൂസസ്, ടി ടെസ്റ്റ് എന്താണ്, അതിൻ്റെ യൂസസ് ആൻഡ് അസംഷൻസ്. ഇത്രയാണ് നമ്മൾ തിയറി പാർട്ടിൽ പറയാനുള്ളത്. ഇനി നമുക്ക് 2 മെത്തേഡിലുള്ള കണക്കുകളാണ് ഇവിടെ പഠിക്കാനുള്ളത്. അതിൻ്റെ ആ മെത്തേഡിലുള്ള പ്രൊസീജിയേഴ്സ് മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് കണക്ക് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ദ ഗിവൺ പോപ്പുലേഷൻ മീൻ. ഒരു 6-7 മെത്തേഡുകൾ ഉണ്ട് ഇതിൽ, പക്ഷേ നിങ്ങൾക്ക് ഈ ബികോമിന് 2 മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളൂ. അതിലത്തെ 1ാമത്തെ മെത്തേഡാണ് ടെസ്റ്റിംഗ് ദ ഗിവൺ പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് മെത്തേഡായിട്ട് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് വൺ ടെസ്റ്റിംഗ് ദ ഗിവൺ പോപ്പുലേഷൻ മീൻ. നോക്കാം. This test is intended to test whether the given population mean is true. നമുക്ക് പോപ്പുലേഷൻ മീൻ തന്നിട്ടുണ്ടായിരിക്കും, അത് ട്രൂ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ വാല്യൂ കമ്പയർ ചെയ്യുന്നു, കാൽക്കുലേറ്റഡ് വാല്യൂവും ടേബിൾ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യുകയും അതിനനുസരിച്ച് അത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയും ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അതാണ് പറയുന്നത്, the test is intended to test whether the given population mean is true. അപ്പോൾ തന്നിരിക്കുന്ന പോപ്പുലേഷൻ മീൻ ട്രൂ ആണോ എന്ന് നോക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ടെസ്റ്റിംഗ് ദ ഗിവൺ പോപ്പുലേഷൻ മീൻ എന്നുള്ളതിൽ പറയാനുള്ളത്. അതിൻ്റെ സ്റ്റെപ്സാണ്, നമുക്ക് ഓരോ സ്റ്റെപ്പുകളായിട്ടാണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് പറയാം. ആദ്യം 1ാമത് ഫസ്റ്റ് we set the hypothesis there is no significant difference between the sample mean and population mean. അപ്പോൾ 2 മീനുകൾ നമുക്ക് തരും. മീൻ എന്ന് പറഞ്ഞിട്ട് 2 എണ്ണം തരും. അത് സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും. അവ തമ്മിൽ വല്ല സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ഉണ്ടോ ഓരോ പോയിന്റുകളായിട്ട് പറയാം. ഫസ്റ്റ് വൺ, ഫസ്റ്റ് ഓഫ് ഓൾ സെറ്റ് ദി ഹൈപ്പോത്തിസിസ് ദാറ്റ് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ പോപ്പുലേഷൻ മീൻ ആൻഡ് സാമ്പിൾ മീൻ. That is the given population mean is true. Then it is also express mu എന്നുള്ള മ്യൂവിൻ്റെ ചിഹ്നം mu is equal to mu 0. mu 0 stands for numerical value of the population mean given. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് ഫസ്റ്റായിട്ട് നമ്മൾ എന്താ നോക്കേണ്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ സെറ്റ് ദ ഹൈപ്പോത്തിസിസ് there is no significant difference between എന്തില്ലല്ലോ എന്നുള്ള പോപ്പുലേഷൻ മീൻ ആൻഡ് സാമ്പിൾ മീൻ. നെക്സ്റ്റ് രണ്ടാമത്, സെക്കൻഡ്ലി ഡിസൈഡ് ദ ടെസ്റ്റ് ക്രൈറ്റീരിയൻ. നമ്മൾ നോക്കുന്നു, സാമ്പിളിൻ്റെ എണ്ണം നോക്കുന്നു അല്ലേ. സാമ്പിളിൻ്റെ എണ്ണം നോക്കിയിട്ട് ഏത് ടെസ്റ്റാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, സെറ്റ് ടെസ്റ്റ് അപ്ലൈ ചെയ്യണോ ടി ടെസ്റ്റ് അപ്ലൈ ചെയ്യണോ, നമ്മുടെ ടെസ്റ്റ് ക്രൈറ്റീരിയൻ ഏതാണ് വേണ്ടത് എന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ്ലി ഡിസൈഡ് ദ ടെസ്റ്റ് ക്രൈറ്റീരിയൻ. ഇഫ് എ സാമ്പിൾ ഈസ് ലാർജ് ടെസ്റ്റ് ക്രൈറ്റീരിയൻ ഈസ് സെറ്റ് ടെസ്റ്റ്. ഇഫ് ദ സാമ്പിൾ ഈസ് സ്മോൾ വി അഡോപ്റ്റ് ടി ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ. ഫസ്റ്റ് വണ്ണിൽ എന്ത് ചെയ്യുന്നു, ആദ്യം there is no significant of difference between sample mean and population mean അല്ലേ. അപ്പോൾ there is no significance of difference between sample mean and population mean. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുക ടെസ്റ്റ് ക്രൈറ്റീരിയൻ ഏതാണ് വേണ്ടത്, സെറ്റ് ടെസ്റ്റ് വേണോ ടി ടെസ്റ്റ് വേണോ എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുന്നു.
അത് കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് യൂസിങ് ദ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യും എക്സ് ബാർ മൈനസ് മ്യൂ സീറോ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. മൂന്നാമതായിട്ട് നമ്മളൊരു സമവാക്യം അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സമവാക്യം എന്ന് പറഞ്ഞാൽ എക്സ് ബാർ മൈനസ് മ്യൂ സീറോ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എന്നുള്ള ഇക്വേഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു? ഇപ്പം നമ്മൾ എന്താ പറഞ്ഞത്? നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് നമ്മൾ സെറ്റ് ടെസ്റ്റ് ആണോ ടി ടെസ്റ്റ് ആണോ അപ്ലൈ ചെയ്യുന്നത് നോക്കുന്നു അല്ലേ. ഒബ്സർവേഷൻ്റെ വലിപ്പത്തിനനുസരിച്ച് 30ലും കൂടുതലാണെങ്കിൽ സെറ്റ് ടെസ്റ്റ്, 30ലും കുറവാണെങ്കിൽ ടി ടെസ്റ്റ് അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ യൂസിങ് ദി ഫോർമുല, നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുക. ഫോർമുല എന്ന് പറയുന്നത് എക്സ് ബാർ മൈനസ് മ്യൂ സീറോ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എന്നുള്ളതാണ് ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. എക്സ് ബാർ മൈനസ് മ്യൂ സീറോ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ബാർ മൈനസ് മ്യൂ സീറോ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എന്നുള്ള സമവാക്യമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സാമ്പിൾ മീൻ. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സാമ്പിൾ മീനിനെയാണ് നമ്മൾ എക്സ് ബാർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സാമ്പിൾ മീൻ ആണ്. നെക്സ്റ്റ് വൺ മ്യൂ സീറോ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ള പോപ്പുലേഷൻ മീനിനെയാണ് മ്യൂ സീറോ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സാമ്പിൾ മീൻ, മ്യൂ സീറോ ഇസ് ഈക്വൽ ടു പോപ്പുലേഷൻ മീൻ. സ്റ്റാൻഡേർഡ് എറർ ഈസ് ഇനി സ്റ്റാൻഡേർഡ് എറർ, പിന്നെ സ്റ്റാൻഡേർഡ് എറർ ഉണ്ട് കേട്ടോ. സ്റ്റാൻഡേർഡ് എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ 3 ഫോർമുലാസ് നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ശ്രദ്ധിക്കുക. എക്സ് ബാർ മൈനസ് മ്യൂ സീറോ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. ഇനി സ്റ്റാൻഡേർഡ് എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 ഫോർമുലാസാണ് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഫോർമുല എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ റൂട്ട് എൻ എന്നുള്ളതാണ് ഫസ്റ്റ്. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് എസ് ബൈ റൂട്ട് എൻ. തേർഡ് വൺ എസ് ഡിവൈഡഡ് ബൈ റൂട്ട് എൻ മൈനസ് 1. ഇതൊക്കെയാണ് നമ്മുടെ ഇക്വേഷൻസ് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ റൂട്ട് എൻ വെൻ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോൺ ആൻഡ് സാമ്പിൾ ഈസ് സ്മോൾ ആൻഡ് ലാർജ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടെങ്കിലാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ റൂട്ട് എൻ എന്നുള്ളത് അപ്ലൈ ചെയ്യാനുള്ളത്. പിന്നെ രണ്ടാമത്തെ ഇക്വേഷൻ വെൻ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോട്ട് നോൺ, അപ്പോഴാണ് എസ് ബൈ റൂട്ട് എൻ എന്നുള്ളത് അപ്ലൈ ചെയ്യാനുള്ളത്. പിന്നെ മൂന്നാമത്തെ എസ് ബൈ റൂട്ട് എൻ മൈനസ് 1. അപ്പോൾ അതിൽ വെൻ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോട്ട് നോൺ ആൻഡ് സാമ്പിൾ ഈസ് സ്മോൾ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇതിൽ വെൻ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോൺ, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയുമ്പോഴാണ് ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ റൂട്ട് എൻ. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എസ് ഡിവൈഡഡ് ബൈ റൂട്ട് എൻ പറഞ്ഞാൽ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയില്ല, പക്ഷേ സാമ്പിൾ ഈസ് ലാർജ്. പിന്നെ മൂന്നാമത്തെ എസ് ഡിവൈഡഡ് ബൈ റൂട്ട് എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോട്ട് നോൺ വെൻ സാമ്പിൾ ഈസ് സ്മോൾ. അപ്പോഴാണ് മൂന്നാമത്തെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാനുള്ളത്. എന്നിട്ട് നാലാമതായിട്ട് നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണുകയാണ് ചെയ്യുന്നത്. ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാനുള്ള സമവാക്യമാണ് n-1 എന്നുള്ളതാണ് നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം. സെറ്റ് ടെസ്റ്റ് ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫൈനൈറ്റ് ആണ്. സെറ്റ് ടെസ്റ്റിലാണെങ്കിൽ നമ്മൾ സെറ്റ് ടെസ്റ്റ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്. എൻ്റെ ടി ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിലോ ടി ടെസ്റ്റ് വരുമ്പോഴാണ് നമുക്ക് സാമ്പിളിൻ്റെ എണ്ണം കുറവാകുമ്പോൾ ടി ടെസ്റ്റ് അല്ല, അപ്പോൾ n-1 ഇക്വേഷൻ കേട്ടോ. മറ്റേത് ഇൻഫൈനൈറ്റ് ആണ്, മറ്റേത് ടി ടെസ്റ്റ് വരുമ്പോൾ n-1 ആണ് ഇക്വേഷൻ. പിന്നെ എന്നിട്ട് നമ്മൾ ടേബിൾ വാല്യൂ കാൽക്കുലേറ്റഡ് വാല്യൂ തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു അല്ലേ. ദെൻ ടെസ്റ്റ് ടേബിൾ വാല്യൂ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിഗ്രി ഓഫ് ഫ്രീഡം ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നോക്കിയിട്ട് കാണാം. എന്നിട്ട് ഡിസിഷൻ ഈസ് ഐദർ ടു ആക്സെപ്റ്റ് ഓർ റിജക്ട് ദി നൾ ഹൈപ്പോത്തസിസ്.
അപ്പോൾ ഇത്രയും സ്റ്റെപ്സാണ് നമുക്ക് ആദ്യത്തേൽ പറയാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റിംഗ് ദ ഗിവൺ പോപ്പുലേഷൻ മീൻ എന്നുള്ളതാണ് ഫസ്റ്റ് മെത്തേഡ്. അതല്ലേ, ദ ടെസ്റ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു ടെസ്റ്റ് വെദർ ദ ഗിവൺ പോപ്പുലേഷൻ മീൻ ഈസ് ട്രൂ ആണോ എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലേ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് വി ഓൾ സെറ്റ് ദി ഹൈപ്പോത്തിസിസ് ദാറ്റ് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ. എന്നിട്ട് സെക്കൻഡ്ലി ഡിസൈഡ് ദ ടെസ്റ്റ് ക്രൈറ്റീരിയൻസ്, ഏത് ടെസ്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നു. പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് പറയുന്നത് യൂസിങ് ദി ഫോർമുല എക്സ് ബാർ മൈനസ് മ്യൂ സീറോ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. ഫസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ഡിവൈഡഡ് ബൈ റൂട്ട് എൻ, population standard deviation is known, s divided by root n, population standard deviation is not known when sample is large, s divided by root n minus 1, population standard deviation is not known when sample is small. പിന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണും, സെറ്റ് ടെസ്റ്റ് ആണെങ്കിൽ ഇൻഫൈനൈറ്റ് ആണ്, ടി ടെസ്റ്റ് ആണെങ്കിൽ n-1. അത് കഴിഞ്ഞാൽ നമ്മൾ ആ കാൽക്കുലേറ്റഡ് വാല്യൂവും ടേബിൾ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യുക, എന്നിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കുന്നു. ഇത്രയാണ് അതിൻ്റെ ടെസ്റ്റ് ഉള്ളത്. നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ ഇനി ബാക്കി മനസ്സിലാവും കേട്ടോ. ഫസ്റ്റ് മെത്തേഡായ ടെസ്റ്റിംഗ് ദ ഗിവൺ പോപ്പുലേഷൻ മീൻ എന്നുള്ളതാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം നല്ല രീതിയിൽ നോക്കുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണക്കുകൾ ചെയ്യാം. ശരി, ഓക്കെ.